കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട വിശുദ്ധന്മാരെയും വിശുദ്ധമതികളെയും വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ശുശ്രൂഷയെ കുറിച്ച് എനിക്ക് അല്പമായി അറിയുവാൻ ഇന്നലെയാണ് എനിക്ക് അവസരം ലഭിച്ചത്. എന്നെ അതിനായി പരിചയപ്പെടുത്തുകയും ക്ഷണിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള ഹൃദയംഗമായ ദൈവസ്നേഹത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നാം ഒരുമിച്ചായിരിക്കുന്നത് പത്രോസ് പറഞ്ഞതുപോലെ ഏറ്റവും നന്നായിരിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനും കേൾക്കുവാനും ദൈവത്തോടു കൂടെ ആയിരിക്കുന്നത് എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് മനസ്സിലാകുന്നു, ഇതൊരു ഇന്റർനാഷണൽ പ്രയർ ലൈൻ ആണ്. ലോകരാജ്യങ്ങളുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാവിലെ ഞാൻ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് കർത്താവിന്റെ സ്നേഹനിമിത്തമാണ്. കൃപയാൽ എന്നെയും ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കരുണ തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങനെ സ്വർഗീയ കുടുംബത്തിന് പേര് വരുവാൻ കാരണമായി തീർന്ന കർത്താവിന്റെ സന്നിധാനത്തിൽ വളരെ വിനയത്തോടെ പ്രാർത്ഥനയോടെ ഞാനുമായിരിക്കുന്നു. ഈ കൂട്ടായ്മ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ചെറിയാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ അനുഗ്രഹമായി ആശ്വാസമായി തീരട്ടെ. കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നെങ്കിൽ കർത്താവിന് ആരിലൂടെയും നമ്മോട് സംസാരിപ്പാൻ കഴിയും. കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം, ഞാൻ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സന്ദേശം ദൈവത്തിന് ആരിലൂടെയും എന്നെ കേൾപ്പിക്കാൻ കഴിയും. ഏത് വിധേനയും എന്നെ കേൾപ്പിക്കാൻ കഴിയും. എങ്കിൽ ഇന്ന് രാവിലെ ആ ബോധ്യത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്ന വചനം നാം ഓരോരുത്തരും കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ഒരു വഴിയാണിത്. ആ സന്ദേശം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ധൈര്യത്തിലേക്കോ പ്രത്യാശയിലേക്കോ വിടുതലിലേക്കോ യഥാസ്ഥാനത്തിലേക്കോ രൂപാന്തരത്തിലേക്കോ മടങ്ങി വരവിലേക്കോ തെറ്റുതിരുത്തുന്നതിനോ ആശ്വാസം പകരുന്നതിനോ കർത്താവിന്റെ സ്നേഹവും കരുണയും വെളിപ്പെടുന്നതിനോ ഒക്കെ കാരണമായി തീരുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാനത് നിങ്ങളുമായി ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു സത്യം നമുക്കറിയാം, ജീവനുള്ള ദൈവവചനം അത് കേൾക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും വായിക്കുമ്പോഴും നാം അത് ധ്യാനിക്കുമ്പോഴും ആ വചനത്തിന്റെ എല്ലാ അധികാരവും വെളിപ്പെടുവാനിടയായിത്തീരും. ഒത്തിരി നാളുകളായി നിങ്ങൾ പ്രഭാതത്തിലും സന്ധ്യയിലും ദൈവവചനം നന്നായി കേൾക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സഭാ കൂടിവരവുകളിൽ ധാരാളം ദൈവവചനം നമ്മൾ കേൾക്കുന്നവരാണ്. കഴിയുന്നിടത്തോളം എല്ലാ ദിവസവും പല പ്രാവശ്യം നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ വചനം കേവലം അറിവായി തീരാതെ അത് വിശ്വാസമായി പരിണമിച്ചാൽ ആ വചനം കേൾക്കുമ്പോൾ തന്നെ ആത്മനിറവ് പ്രാപിപ്പാനിടയായി തീരും. നാം വചനം ധ്യാനിക്കുമ്പോൾ ആത്മാവിന്റെ പുതിയ അളവിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ ഇടയായി തീരും. ദൈവവചനം അത് രോഗികളെ സൗഖ്യമാക്കുന്നതാണ്. അത് ഭൂതബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്നതാണ്. അടഞ്ഞ വഴികളെ തുറക്കുന്നതാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ്. അത് കേവലം ശ്രദ്ധിക്കുന്ന, പറയുന്ന, കേൾക്കുന്ന നമുക്ക് മാത്രമല്ല, നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദൃശ്യ മണ്ഡലങ്ങളിൽ പോലും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള വചനമായതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വളരെ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവന് ദൈവശക്തിയായി ഈ പ്രഭാതമയാമത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ആമേൻ. ശതാധിപൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവേ, എന്റെ വീട്ടിൽ ഒരു ബാല്യക്കാരൻ സുഖമില്ലാതെ കിടക്കുന്നു. നീ ഇവിടെ വെച്ച് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ബാല്യക്കാരൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി നാം ഇന്ന് രാവിലെയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? യേശുവേ, ഞാൻ നിന്റെ പാദപീഠത്തിൽ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാ. ഇപ്പോൾ നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവവചനവുമായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ആരാധനയിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ
എനിക്ക് മാത്രമല്ല, എന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, നമ്മെ അസ്വസ്ഥമാക്കുന്ന വിഷയത്തിന്റെ മേൽ കടന്നു എന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്ന, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ ഉരുവാക്കുന്ന അധികാരമുള്ള ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുകയാണ്. അങ്ങനെ അത്ഭുതം കാണുവാൻ യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ ഇടയാക്കട്ടെ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് പരിചയമുള്ള ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തെ ആധാരമായുള്ള ചില ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ നിന്ന് ഞാൻ അവൾക്ക് വേണ്ടി മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വരയെയും കൊടുക്കും. ഒരിക്കൽ കൂടെ വായിക്കുന്നു. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വരയെയും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന് ആഴമേറിയ പശ്ചാത്തലങ്ങളും ഒത്തിരി അനുഭവങ്ങളും പങ്കുവയ്ക്കുവാനുണ്ട്. ഹോശേയയിലൂടെ ഇസ്രായേൽ ജനത്തിന് മടങ്ങി വരവാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതാണ് ദൈവം അവരോട് അരുളി ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ പശ്ചാത്തലങ്ങളിലേക്ക് പോകാതെ ആ വാക്യത്തിൽ നിന്ന് ഒരു വാചകം മാത്രം അടർത്തിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? പ്രത്യാശയുടെ വാതിലായ ഒരാഗോർ താഴ്വരയുണ്ട്. ഹല്ലേലൂയ. പ്രത്യാശയുടെ വാതിലായ ആഗോർ താഴ്വര. നമുക്ക് വേണ്ടി ഒരു പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുവാൻ മതിയായവനായ ഒരു ദൈവം. ഇവിടെ ദൈവം തന്നെയാണ് പറയുന്നത്, ഞാൻ എന്റെ ജനത്തെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ അവിടെ വെച്ച് അവളോട് ഹൃദ്യമായി സംസാരിക്കും. പ്രിയരെ, ദൈവത്തിന് നമ്മോട് സംസാരിപ്പാൻ ഇഷ്ടമുണ്ട്. നമുക്ക് കൂടുതൽ ഇഷ്ടം ദൈവത്തോട് സംസാരിക്കാനാണ്. നമ്മുടെ ആവലാതികൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, അതിനാണ് സാധാരണ നമ്മൾ പ്രാർത്ഥന എന്ന് തന്നെ പറയുന്നത്. പക്ഷെ നാം ഈ തിരുവെഴുത്തിനെ നന്നായി മനസ്സിലാക്കുമ്പോൾ കർത്താവിന് ഇന്ന് രാവിലെ നമ്മോട് സംസാരിപ്പാനുണ്ട്. ദൈവത്തിന് നമ്മോട് തന്റെ ഹൃദയം പകർന്നു തരുവാനായിട്ടുണ്ട്. പക്ഷെ അതിന് എന്തു വേണം? നാം അല്പം മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്, അല്പം വേറിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും ഇടയില്, നമ്മളായിരിക്കുന്ന സാഹചര്യത്തില് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം? നാം പലതിനെ ചൊല്ലി ഭാരപ്പെട്ട് മനം കലങ്ങി ഹൃദയം വല്ലാതെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സ്വരം കേൾക്കാൻ കഴിയാതിരിക്കുന്നു. ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ദൈവം അങ്ങനെ സംസാരിക്കുമോ? ഞാൻ അനുഭവത്തിലൂടെയും അനേകരുടെ അനുഭവങ്ങളിലൂടെയും തിരുവെഴുത്തിന്റെ ആധികാരികതയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 24 മണിക്കൂറും നമ്മോട് സംസാരിക്കുവാൻ, വ്യക്തിപരമായി നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ആ ദൈവശബ്ദം കേൾക്കുവാനുള്ള ഒരു താല്പര്യം, അതിനുവേണ്ടിയുള്ള ഒരു ഏകാഗ്രത ആവശ്യമാണ്. ജീവിതത്തിന്റെ വല്ലാത്ത പരിവരുത്തതായ മേഖലകളിലുള്ള ബദ്ധപ്പാടുകളിൽ നിന്ന് മാറി നിൽക്കാമെങ്കിൽ, അതിനല്ലേ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നത്. യേശു കർത്താവ് നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നില്ലേ? ആദ്യമായി യേശു സ്നാനമേറ്റ ഉടനെ 40 ദിവസം മരുഭൂമിയിലേക്ക്, വനാന്തരത്തിലേക്ക് പോയി അവിടെ പിതാവിനോട് കൂടെ സമയം ചിലവഴിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഏതാണ്ട് 3 വർഷമാണ് മരുഭൂമിയിൽ പോയി കർത്താവിനോട് കൂടെ സമയം ചിലവഴിച്ചത്. ഭക്തന്മാരെല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രിയരെ, ദൈവത്തോട് കൂടെ ബാക്കിയുള്ളതിനെ ഒന്ന് മാറ്റി നിർത്താൻ നാം ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുത്താൽ, ദിവസത്തിന്റെ ചില മിനിറ്റുകളോ, ആഴ്ചയുടെ ഒരു ദിവസമോ ചില മണിക്കൂറുകളോ, മാസത്തിന്റെ ചില ദിവസങ്ങളോ ചില മണിക്കൂറുകളോ, എനിക്ക് ഈ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന് വേറിട്ടിരിക്കുവാൻ താല്പര്യമുണ്ട് എന്ന്, ദൈവത്തോട് പറ്റിയിരിക്കാൻ താല്പര്യമുണ്ടെന്ന്, ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ താല്പര്യമുണ്ടെന്ന് തീരുമാനിക്കുന്ന ദൈവ പൈതലിനോട് അല്ലാതെ പിന്നെ ആരോടായി ദൈവം സംസാരിക്കുന്നത്? നമ്മുടെ മക്കളോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമില്ലേ? നമ്മുടെ മക്കളുടെ ശബ്ദം കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ലേ? എങ്കിൽ അത്യുന്നതനായ സ്നേഹസമ്പന്നനായ ഈ കർത്താവ് ഇന്ന് രാവിലെ മാത്രമല്ല കേട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഏകാന്തതകളിൽ ഹൃദ്യമായി നിങ്ങളോട് സംസാരിക്കുവാൻ, നമ്മോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന
സംസാരിക്കുന്നവനല്ല, ഹൃദ്യമായി സംസാരിക്കുവാൻ, സ്നേഹത്തോടെ സംസാരിക്കുവാൻ, ആർദ്രതയോടെ സംസാരിക്കുവാൻ, കൃപയോടെ സംസാരിക്കുവാൻ, ലാവണ്യ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ താങ്ങുവാൻ മതിയായവനും താല്പര്യമുള്ളവനുമായ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ എത്ര പേര് നന്ദിയോടെ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നാം ഒറ്റപ്പെടുമ്പോഴാണ്, നാം വേദനിക്കുമ്പോഴാണ്, നാം ഭാരം അനുഭവിക്കുമ്പോഴാണ്, നാം നിസ്സഹായരാകുമ്പോൾ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തുകൊണ്ട് വാക്കുകളിലൂടെ, പാട്ടുകളിലൂടെ, സംഭവങ്ങളിലൂടെ, മെസ്സേജുകളിലൂടെ, ആരാധന മധ്യത്തിൽ, വേദപുസ്തകത്തിലൂടെ അല്ല, ഹൃദയമായി ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നതിനേക്കാൾ എത്ര മാധുര്യമായി ഇന്നലകളിൽ ഈ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആത്മനിയോഗത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അല്പം വേറിട്ടിരിക്കുവാൻ, ഇന്നിനെ കേൾക്കുന്ന നിങ്ങൾ ചിലരോട് ദൈവത്തിന് ഒരു ആലോചന പറയുവാനുണ്ട്. നിന്റെ ഭാരം മാറുവാൻ. പ്രിയപ്പെട്ടവരെ, ഒരു പാസ്റ്ററുടെ വാക്കുകൾക്ക് ഒരു പക്ഷേ കഴിവ് ഇല്ലാതെ വന്നേക്കാം. വീട്ടിലുള്ളവരുടെ വാക്കുകൾ നിന്റെ ഭാരത്തെ മാറ്റുന്നില്ലായേക്കാം. കൂട്ടുകാർക്കും നാട്ടുകാർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ലായിരിക്കാം. ഡോക്ടർമാരുടെ വാക്കുകൾ പലപ്പോഴും നമ്മെ ഭാരം കൂട്ടുന്നതാണ്. സ്നേഹിതന്റെ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നതായി മാറിയേക്കാം. എങ്കിൽ നീ അല്പം കർത്താവിനോട് വേറിട്ടിരിക്കെ, ഒറ്റയ്ക്കൊന്നിരിക്കെ, വചനത്തിന് കൂടെ ആ പ്രാർത്ഥനാ മുറിയിൽ അങ്ങോട്ട് പറയാനല്ല, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഏതൊരു ദൈവമൈതലിനും ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ ഇമ്പമായ സ്വരം കേട്ട്, സൃഷ്ടി ചെയ്യുന്ന സ്വരം കേട്ട്, അധികാരവും ലാവണ്യമുള്ള ആ ശബ്ദം കേട്ട് ദൈവത്തിന് നമ്മയോട് ആശ്വാസത്തിന് വചനങ്ങളെ പറയുവാനുണ്ട് എന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഈ പ്രഭാതത്തിന്റെ ആരംഭത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. 14 വാക്യം നമ്മൾ വായിച്ചതാണ്. ഞാൻ അവിടെ എന്ത് ചെയ്യും? അവളോട് ഹൃദ്യമായി സംസാരിക്കും. അങ്ങനെ വേറിട്ടിരിക്കുന്നവർക്കാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പ്രത്യാശയുടെ വാതിലായ ആഗോർ താഴ്വര തുറന്നു കൊടുക്കുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, നാം തമ്മിൽ യാതൊരു പരിചയവും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ലെങ്കിലും നമ്മെ ഒരുപോലെ അറിയുന്ന കർത്താവിന് ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ സകല സാഹചര്യങ്ങളുടെ മുൻപിലും മുന്നോട്ട് നീങ്ങേണ്ടതിന് ആവശ്യമായ ഒരു വഴി തുറന്നു തരുവാൻ, അത് പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവചനത്തിന് മുൻപിലും യേശുവിന്റെ മുൻപിലും നമ്മുടെ ഹൃദയം ധൈര്യപ്പെടുവാനിടയായി തീരട്ടെ. ആഗോർ താഴ്വരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്. ആഗാനിലൂടെ സംഭവിച്ച ആ വലിയ തോൽവിയെ കുഴിച്ചു മൂടി ജയോത്സവം കൊണ്ടാടിയ ഇടമാണ് ആഗോർ താഴ്വര. ഞാൻ ആ ചരിത്രം ഒരു വാക്കിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ഇന്ന് എന്റെ ചിന്താ വിഷയം. പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയുടെ വാതിൽ ഏതാണെന്നുള്ളതാണ്. നാം നിത്യതയോടുള്ള ബന്ധത്തിലും ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി ദൈവം നമുക്ക് തരുന്ന ആ പ്രത്യാശയുടെ വാതിലൊന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ ഈ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രിയരെ, പുതിയ നിയമം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊക്കെ സുപരിചിതമാണ്. അവിടെ നമ്മൾ എങ്ങനെ വായിക്കുന്നു? നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ. ഹല്ലേലൂയ. കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ്, ദൈവ സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനമായി അവിടെ പറയുകയാണ്, ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുത് സ്നേഹമാണ്. ഏതൊക്കെയാണ് നിലനിൽക്കുന്ന 3 1 വിശ്വാസമാണ്, 2 പ്രത്യാശയാണ്, 3 സ്നേഹമാണ്. എന്താണ് വിശ്വാസം? പ്രിയരേ, ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം കരുതിയാലും എന്തെല്ലാം നേടിയെടുത്താലും നിത്യതയിലും നിലനിൽക്കുന്ന, നിത്യത വരെയെങ്കിലും നമ്മെ എത്തിക്കുന്ന അതിപ്രധാനമായ 3 അടിസ്ഥാനങ്ങളാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വിശ്വാസം ഇത്ര വിലപ്പെട്ടതായി നിലനിൽക്കാനുള്ള കാരണം? ഈ വിശ്വാസത്തിന് ഏറ്റവും സവിശേഷമായ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. 1, ഈ വിശ്വാസം അത് ഒരിക്കലായി നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും ലോകത്തിന്റെ മുൻപിൽ, ലോകരാജ്യങ്ങളിൽ എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് യേശുവിനെ ഇഷ്ടമാണ്, അവർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, അവർ യേശുവിനെ അറിയുന്നുണ്ട്. എങ്ങനെ? യേശു ഒരു നല്ല ഗുരുവായിട്ടോ, ഒരു നല്ല പ്രബോധകനായിട്ടോ, ക്രിസ്തു മതത്തിന്റെ സ്ഥാപകനായിട്ടോ, ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടോ ഒക്കെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന എത്രയോ ജനകോടികൾ ഉണ്ടെങ്കിലും
യേശു ക്രിസ്തു എന്റെയും രക്ഷകനാണെന്നുള്ള ആഴമേറിയ അടിയുറച്ച വിശ്വാസം ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ദൈവം തന്നെയാണ് നമുക്ക് ഇട്ടുതരുന്നത്. ആമേൻ. ആ യേശുവിനെ തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയ കവാടം തുറക്കുന്നത് കർത്താവ് തന്നെയാണ് എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ, പ്രിയരെ, എന്നെ പോലെ ദൈവവചനം രക്ഷയ്ക്കായി പങ്കുവെച്ചപ്പോൾ കേട്ട എത്രയോ പേര് എൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിലും സ്നേഹിതരുടെ കൂട്ടത്തിലും നാട്ടുകാരുടെ കൂട്ടത്തിലുമുണ്ട്. പക്ഷേ ഈ യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നത്, വിശ്വാസം തന്നത് ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും മാത്രമാ. ശരിയല്ലേ പ്രിയരെ? ഈ യേശു നമ്മൾ കേട്ടതുപോലെ ദൈവത്തിനും നമ്മൾ എത്രയോ ആയിരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം വിധത്തിൽ ആരോടൊക്കെ നമ്മൾ ഈ വചനം പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കത് വിശ്വാസമായി വന്നില്ല. കേൾക്കാഞ്ഞിട്ടല്ല, അവരോട് പറയാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിന് കൃപ തോന്നി, നമ്മെ തെരഞ്ഞെടുത്തു. എങ്ങനെ? ഈ വിശ്വാസം ഒരിക്കലായി നമ്മുടെ ഉള്ളിൽ ഇട്ടു തന്നു എന്ന് പറയാൻ അർത്ഥം എന്താ? യൂദയുടെ ലേഖനത്തിൽ അതിന് 3-ാം വാക്യം പറയുക, ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. നമ്മുടെ ഉള്ളിൽ യേശു രക്ഷിതാവാണെന്നുള്ള ആ ബോധ്യം ദൈവം തന്നതാണ്. നമുക്ക് അങ്ങനെ കൃപ തോന്നിയാണ് ആ ബോധ്യം ലഭിച്ചത്. എങ്കിൽ നമ്മൾ അത് നഷ്ടപ്പെടുത്തരുത്. ആ വിശ്വാസം നാം മനഃപൂർവ്വമായി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ അതിലേക്ക് മടങ്ങി വരാൻ ഒരിക്കലും കഴിയില്ല. ആരാധനയ്ക്ക് പോകാതിരിക്കുന്ന കാര്യമോ, ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കൂട്ടായ്മയിൽ നിന്ന് ചില ദിവസങ്ങൾ വിട്ടുനിൽക്കുന്ന കാര്യമോ അല്ല ഞാൻ പറയുന്നത്. ഈ യേശുവിലുള്ള രക്ഷ എനിക്കിനി ആവശ്യമില്ല, ഈ യേശുവിലൂടെ എനിക്ക് നിത്യത്തിലേക്ക് പോകേണ്ട എന്നൊരു വ്യക്തി മനഃപൂർവ്വമായി യേശുവിനെ തള്ളിക്കളഞ്ഞാൽ, അതിന്റെ പേരാ വിശ്വാസത്യാഗം സംഭവിച്ചാൽ, നമുക്ക് പിന്നെ യഥാസ്ഥാനപ്പെടാനുള്ള വഴിയില്ല എന്നത് ഞാനും നിങ്ങളും നന്നായി ഗ്രഹിച്ചുകൊള്ളണം. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, ചിലർ ദ്രവ്യാഗ്രഹം കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി മാറി. നാം വചനം വെറുതെ വായിച്ചു വിട്ടാൽ പോരാ, അത് പ്രാർത്ഥനയോടെ ഗ്രഹിക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ ദൈവം പിശാച് എന്ത് ചെയ്യുകയാണ്? ചിലപ്പോൾ പിശാച് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് തന്നെ, നമ്മൾ തന്നെ ഈ ദ്രവ്യാഗ്രഹത്തെയും വിട്ടുകളയേണ്ട പലതിനെയും ആഴത്തിൽ അങ്ങ് സ്നേഹിച്ചു പോവുകയാണ്, അറിയാതെ അങ്ങ് സ്നേഹിച്ചു പോവുകയാണ്. അത് നമ്മിൽ വളർന്നാൽ നമ്മൾ അറിയാതെ വിശ്വാസം വിട്ട് സകല ദോഷങ്ങളിലേക്ക് നീങ്ങാനിടയായി തീരും. അങ്ങനെയുള്ളവരെ മടക്കി കൊണ്ടുവരുവാൻ വലിയ പ്രയാസമാണെന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് ഈ നിലനിൽക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചുകൊള്ളണമെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത? ഈ വിശ്വാസത്തിന് വിലയേറിയ ഒരു പരിശോധനയുണ്ട്. ഇത് നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ട് ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ച അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പരിശോധന എത്ര വിലയേറിയതായിരുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ പത്രോസ് പറയുകയാണ്, ഈ വിശ്വാസത്തിന് വിലയേറിയ പരിശോധനയുണ്ട് കേട്ടോ. നമ്മെ ദൈവം ചിലപ്പോൾ ഈ ക്രിസ്തുവിനുള്ള നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാനായി അവൻ ചിലപ്പോൾ അനുവദിച്ചാൽ അവിടെ നമ്മൾ തളർന്നു പോകരുത്, തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, വിശ്വാസം വിട്ടുകളയരുത്. നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച്, പൗലോസ് പറയുന്ന ഒരു വാചകമില്ലേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് മാത്രമല്ല പറയുന്നത്. പിന്നീട് പൗലോസ് ഒരിക്കൽ കൂടി ഒരു വാചകം പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. ഇന്ന് രാവിലെ ആമേൻ ദൈവത്തിന് ആത്മാവിയ വചനചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ, ആരുടെയൊക്കെയോ ഹൃദയത്തിൽ ചില നിരാശകളും ചില വേദനകളും ചില സംശയങ്ങളും ഒക്കെ ഉത്ഭവിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് കൂട്ടായ്മകളിൽ ഉണ്ടെങ്കിലും ഹൃദയം പതറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ദൈവവൈതലെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാവിലെ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന് വിശ്വാസത്തിൽ വേരൂന്നുന്നവരായി തീരേണ്ടതിന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതെ, അല്ലെങ്കിൽ നാം ആരെയെ വിശ്വസിച്ചിരിക്കുന്നു? നമ്മുടെ കർത്താവിനെ പോലെ മറ്റാരും ഇല്ലെന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കണം. അതുകൊണ്ടല്ലേ രക്തസാക്ഷികളൊക്കെ യേശുവിനുള്ള വിശ്വാസത്തിലൂടെ മരിക്കാനിടയായി തീരുന്നത്.
അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നവരായിരിക്കണം? വിശ്വാസത്തിന്റെ മൂന്നാമതായി നല്ല പോർ പൊരുതുന്നവരായിരിക്കണം. ഈ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് എല്ലാവർക്കും ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരില്ലെങ്കിലും ചിലർക്കെങ്കിലും വലിയ വില കൊടുക്കേണ്ടതായി വരാൻ സാധ്യതയുണ്ട്. ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് സ്വന്തം ഭവനം വിട്ട് ഇറങ്ങേണ്ടി വന്നവരുണ്ട്, ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, സകലതും ത്യജിക്കപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ തകർക്കപ്പെട്ടവരുണ്ട്, സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടവരുണ്ട്, ശരീരത്തിൽ പീഡനങ്ങൾ ഏൽക്കപ്പെട്ടവരുണ്ട്. ഇന്ന് ഇന്ത്യയിലും വടക്കേ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഭവനവും നന്മകളും ജോലിയും സ്ഥാപനങ്ങളും തല്ലിത്തകർത്ത് നശിപ്പിച്ചും എങ്കിലും അനേകർ യേശുവിന് വേണ്ടി ഗ്രാമങ്ങളിലേക്ക്, വനാന്തരങ്ങളിലേക്ക്, നാട് വിട്ട് ഗ്രാമങ്ങൾ വിട്ട് യാത്ര ചെയ്യുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്റെ വിശ്വാസത്തെ പരിശോധിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആമേൻ, എനിക്ക് യേശു മതി എന്ന് പറഞ്ഞ് നിൽക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകുമോ? എനിക്ക് യേശു മതി, എന്റെ സമ്പത്ത് വേണ്ടെന്ന് പറയുവാൻ, എനിക്ക് യേശു മതി, എന്റെ ബന്ധങ്ങൾ വേണ്ടെന്ന് പറയുവാൻ, എനിക്ക് യേശു മതി, മറ്റൊന്നും വേണ്ടെന്ന് പറയുവാൻ ഇടയാകുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ സവിശേഷത നിലനിൽക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുകയാണ്. യേശു പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ വേണ്ടി വന്നാൽ സകലതും ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം, തന്നെ ചിലപ്പോൾ ത്യജിക്കേണ്ടി വന്നേക്കാം, തന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ വസ്തുവിനെയോ വീടിനെയോ ജോലിയെയോ ഒക്കെ വിട്ടുകളയേണ്ടി വന്നേക്കാമെന്ന് വെറുതെ പറഞ്ഞതല്ല പ്രിയരെ. അത് അരുമനാഥന്റെ ഇമ്പമായ ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനമാകിയാൽ നമ്മിൽ ബലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസത്തിനു വേണ്ടി പോരാടി നിൽക്കേണ്ടതായിട്ടുണ്ട്. നാലാമതായി നാം ഈ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി വളർന്നു വരണമെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വിശ്വസിച്ചാ പോരാ, രക്ഷിക്കപ്പെട്ട നാളിലെ വിശ്വാസം പോരാ, യേശുവിനെ അധികമായി നമ്മൾ അനുഭവിച്ചറിയണം. കൂടുതലായി നമ്മൾ യേശുവിനെ അനുഭവിച്ചറിയുമ്പോൾ യേശു പറയുന്ന ഏത് കാര്യത്തിനും ഞാനും നിങ്ങളും അവൻ അനുസരിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുവാനിടയായി തീരും. പൗലോസ്ലീഹ പറയുക, ആ യേശുവിനെ കുറിച്ചുള്ള അനുഭവജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പിമ്പിലുള്ളതിനെ മറക്കുന്നു, മുമ്പിലുള്ളതിനായി ഞാൻ യേശുക്രിസ്തുവിൽ എന്റെ വിളിയുടെ പരമവിളിയുടെ ലക്ഷ്യത്തിലേക്ക് ഞാൻ സ്ഥിരതയോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ടുള്ള ആത്മീയ വർധനവിൽ നിന്ന്, ക്രിസ്തു എന്ന തലയോളം വളരുന്നതിൽ നിന്ന്, യേശുവിനോട് ചേരുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന സകല ജീവിത സാഹചര്യങ്ങളെ വിട്ടുകളയാതെ എനിക്കും നിങ്ങൾക്കും മുന്നോട്ടോടാൻ കഴിയില്ലെന്നത് മറന്നു കളയരുത്. ദൈവത്തിന്റെ സ്തോത്രം. പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ ആ ഭാഗം വിട്ട് മടങ്ങി വരാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം, ശോധന ചെയ്യണം. സഭയിലെ കൂടി വരുന്നവരും കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവരും വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യുവാൻ നമുക്കിഷ്ടമാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ അളക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധന്നോ പറയുന്നത് അങ്ങനെ വേണ്ട. നിങ്ങൾ നിങ്ങളെ ഒന്ന് അളക്കുക. കഴിഞ്ഞ വർഷത്തേക്കാൾ, കഴിഞ്ഞ നാളുകളേക്കാൾ, ഇന്നലെയേക്കാൾ ഇന്ന് എന്റെ യേശുവിനോടുള്ള വിശ്വാസം എത്ര പടി വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ അളവുകോൽ, വിശ്വാസത്തിന് അളവുകോൽ തിരുവെഴുത്ത് മാത്രമാകിയാൽ നമ്മുടെ വിശ്വാസത്തെ പരിശോധിപ്പാൻ നമുക്ക് ഇന്ന് രാവിലെ വീണ്ടും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മറ്റൊരു നിലനിൽക്കുന്ന മൂന്നിൽ ഒന്നാമത്തെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന്റെ വർധനവാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ അന്തമാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യാശ ഉള്ളത് കൊണ്ടും കൂടിയാണ്, പ്രത്യാശയെക്കുറിച്ച് കേട്ടത് കൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നതിന് മുൻപ് മൂന്നാമത്തെ കാര്യം ഒരു വാക്കിൽ ഓർമ്മിപ്പിക്കട്ടെ. നിലനിൽക്കുന്നത് സ്നേഹമാണ്. മാനുഷിക സ്നേഹം അത് മാക്സിമം പോയാൽ ശവക്കല്ലറ കൊണ്ട് അവസാനിക്കും. ഈ ഭൂമിയിൽ നമ്മെ സ്നേഹിച്ചവരും നാം സ്നേഹിക്കുന്നവരും മാക്സിമം സ്നേഹം നിലനിൽക്കുന്നത് അത് ശവക്കല്ലറയിലാണ്. അതിനിടയിൽ വരുന്ന പല പ്രതിസന്ധികളിലും ആ സ്നേഹം നമ്മിൽ നിന്ന് അറ്റുപോയേക്കാം. പക്ഷേ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന സ്നേഹം ക്രിസ്തു നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ആ സ്നേഹമാണ്, ആ ദൈവസ്നേഹമാണ് നാം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കാരണമാകുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു പാപികളായി നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്നേഹിച്ച് ദൈവരാജ്യത്തിന് ഫലമുള്ളവരായി മാറുവാൻ
കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ എൻ്റെ പ്രധാന സന്ദേശം നിങ്ങളുമായി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിന്റെ അന്തമാണ് ഈ പ്രത്യാശ. എന്താ നമ്മളെ പ്രത്യാശ, എന്താ നമ്മുടെ വിശ്വാസം, ഇത് തമ്മിൽ നമുക്ക് വേർപെടുത്താൻ കഴിയില്ല കേട്ടോ. എന്നാൽ യേശുവിനെ സൗഖ്യദായകനായും വിടുവിക്കുന്നവനായും അനുഗ്രഹിക്കുന്നവനായും ഉദ്ധരിക്കുന്നവനായും ഒക്കെ വിശ്വസിക്കുന്ന അനേകരുടെ വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവസഭയായ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശ്വസിക്കുന്നത് നമ്മെ നിത്യതയിലെത്തിക്കുന്ന, മരണാനന്തരം നമുക്ക് ഉയർപ്പ് നൽകി തരുന്ന, നമ്മെയും കാഹളം ധ്വനിക്കുമ്പോൾ പ്രത്യാശയിൽ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുന്ന, പുതുജീവനിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ആ ഉയർപ്പിന്റെ പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ. ആ വിശ്വാസം വളരുമ്പോഴാണ് ഈ പ്രത്യാശ വളരുന്നത്. ഞാൻ പറഞ്ഞത്, ലൗകികവും ഭൗതികവുമായി നമ്മൾ യേശുവിൽ വെച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അതത്ര വലിപ്പമുള്ള കാര്യമോ പ്രയാസമുള്ള കാര്യമോ അല്ല. നമ്മൾ ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് സാധാരണ ചില ഡോക്ടർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ സൗഖ്യം ലഭിക്കും. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ഭൗതിക, സാമ്പത്തിക, ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുവിൽ വിശ്വസിക്കുമ്പോൾ. പക്ഷേ ഞാനും നിങ്ങളും വിശ്വസിച്ച് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നത് കേവലം എന്നെ സൗഖ്യമാക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരുന്നതുമായ യേശുവിനെ അല്ല, എന്നെ തന്നോട് ഒരുമിച്ചിരുത്തുന്ന, നിത്യതയിൽ നിത്യയുഗങ്ങൾ താൻ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിനോട് ചേർന്നിരുത്തുന്ന, സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്ന, മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന യേശുവിനെയാണ്. ആ യേശുവിനുള്ള വിശ്വാസം അനുദിനവും വർദ്ധിച്ചു വരുമ്പോൾ ആ പ്രത്യാശ നമ്മിൽ അധികമായി വർദ്ധിക്കാനിടയായി തീരും. പാട്ടുകാരൻ പാടുന്നത് പോലെ കാലമെല്ലാം കഴിയും, ഈ കാണുന്നതെല്ലാം മറയും, നിത്യത വരും, നാം പിന്നെ ഒരിക്കലും തിരികെ വരാതെ തന്നോട് ഒരുമിച്ച് ആയിത്തീരുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, ഭക്തന്മാർ പാടുന്നത്, പ്രത്യാശയോടിതാ ഭക്തരങ്ങ് ഉണരുന്നേ, വന്നു ദൈക്കും പൊൻസുദിനം അതത്ര വിലയേറിയതും മനോഹരവുമാണ്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രത്യാശയെ കുറിച്ച് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തിരുന്നുകൊണ്ട്. അത്ര ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ വാക്യം വായിക്കുന്ന എനിക്കൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, കർത്താവേ അത്രയും മതിയായിരുന്നു. പക്ഷെ അതിന്റെ താഴെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്നവരായിരിക്കണം? പ്രത്യാശയിൽ നിറയുന്നവർ എന്ത് ചെയ്യുന്നവരായിരിക്കണം? പ്രപഞ്ചമോഹങ്ങളും ലൗകിക ഇമ്പങ്ങളും ഇതെല്ലാം വർജിച്ചിട്ട് സുബോധത്തോടെ ജീവിക്കുന്നവരായിരിക്കണം. സുബോധത്തോടെ. കർത്താവിന്റെ വരവാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ ആ ക്രിസ്തുവിന്റെ ഏകാഗ്രത നമ്മിൽ നിലനിൽക്കാൻ ഇടയായി തീരണം. ആ ഏകാഗ്രതയിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10 കന്യകമാരിൽ 5 കന്യകമാർക്ക് വന്നു ഭവിച്ചതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആ കന്യകമാർ ആര് എന്നല്ല ഞാൻ പറയുന്നത്, ആ കന്യകമാർക്ക് സംഭവിച്ചതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ആ കന്യകമാര് 10 പേരും മണവാളന്റെ വരവിന് എതിരേറ്റ് മണവാളനോടുകൂടി കല്യാണത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തിരുന്നവരാണ്. അവർ തങ്ങൾക്കുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് അവരെല്ലാവരും മണവാളൻ വരുന്ന വഴിയിൽ വരുവാൻ സാധ്യതയുള്ളതിനനുസരിച്ച് അവർ ഒരുങ്ങി തയ്യാറായി തീരുമാനമെടുത്ത് രാത്രി ആയതുകൊണ്ട് വിളക്കും എണ്ണയുമായി കാത്തിരുന്നവരാ. പക്ഷെ എന്ത് സംഭവിച്ചു? ബുദ്ധിയുള്ളവർ പാത്രങ്ങളിൽ പ്രഭാതം വരെ കത്തുവാനുള്ള എണ്ണ സൂക്ഷിച്ചു വെച്ചിരുന്നു. ബുദ്ധിയില്ലാത്തവര്, അശ്രദ്ധയുള്ളവരെന്ന് ഞാൻ അതിനെ ചിന്തിക്കുന്നു. അവരെന്ത് ചെയ്തില്ല? വിളക്കിലുള്ള എണ്ണ മാത്രമേ എടുത്തുള്ളൂ. പ്രത്യേകിച്ച് ആ എണ്ണ എത്ര നേരത്തേക്ക് ഉണ്ടെന്ന് അവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് അർദ്ധരാത്രി ആയപ്പോഴേക്കും അവർ മയങ്ങി ഉറങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും മണവാളന്റെ വരവിനെ കാത്തിരുന്നു, കത്തുന്ന വിളക്കുമായി കാത്തിരുന്നു. പക്ഷെ അവർ ഉറങ്ങിപ്പോയപ്പോൾ കരിന്തിരി കത്തിയത് അവർ മനസ്സിലാക്കിയില്ല. അതിനകത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. അവർ ഉറങ്ങി മണവാളൻ വരുന്ന ആരവാരവും കേട്ട് ഉണർന്നപ്പോൾ 10 പേരുടെയും വിളക്ക് കെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ പാത്രങ്ങളിൽ എണ്ണയുള്ളവർ വേഗത്തിൽ ആ എണ്ണ വിളക്കിൽ ഒഴിച്ച് ആ തിരി തെളിയിച്ചു. പക്ഷെ 5 പേരുടെ വിളക്ക് കത്തിച്ചപ്പോൾ കത്തിയില്ല.
മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ച് പരിചയമുള്ള പ്രായമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. ഞാൻ ചെറിയ പ്രായത്തിൽ മണ്ണെണ്ണ വിളക്ക് നന്നായി ഉപയോഗിച്ചതാ. നമ്മൾ കെടുത്തി വെച്ച പാത്രത്തിൽ എണ്ണയില്ലെങ്കിലും ആ തിരി കത്തിച്ചാൽ കത്തും. പക്ഷെ തിരി കത്തിച്ചാൽ കത്താതിരിക്കണമെങ്കിൽ ആ എണ്ണ മുഴുവനും തീർന്ന്, തിരിയിലുള്ള എണ്ണ കൂടെ തീർന്ന് കരിന്തിരി കെട്ടാൽ എണ്ണ ഒഴിക്കാതെ ആ തിരി ഒരിക്കലും കത്തില്ല. പ്രിയപ്പെട്ടവരെ, അവര് 10 പേര് ഉറങ്ങിയതല്ല തെറ്റ്. പക്ഷെ പ്രഭാതം വരെ കത്തുവാനുള്ള എണ്ണയുണ്ടോ എന്ന് കരുതാതിരുന്നത്, അവർക്ക് മണവാളനെ എതിരേൽപ്പാൻ കഴിയാതിരുന്നത് പോലെ പ്രത്യാശയുള്ള നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട വർജനങ്ങൾ പ്രാപിച്ചെടുത്തില്ലെങ്കിൽ, സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ, പ്രത്യാശയ്ക്ക് ഒത്തവണ്ണമുള്ള ജീവിതം നാം ക്രമീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ലജ്ജിതരാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരുവെഴുത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 29:11 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയാകുന്നു. എന്താണ് ആ വാചകത്തിന്റെ ആശയം? ഭൗതികമായ അനേക കാര്യങ്ങളെ ഈ വചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അത് തെറ്റല്ല. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു രോഗശാന്തിയെ കുറിച്ചോ, ഒരു ഞെരുക്കത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചോ, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചോ ആകുലപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അത് അനിവാര്യമാണെങ്കിൽ ദൈവം ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അതിനെ ആത്മീയ ആശയം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നാം പ്രത്യാശിക്കുന്ന നമ്മുടെ കർത്താവിന് മടങ്ങി വരവാണ് ലക്ഷ്യമെങ്കിൽ, നാം പ്രത്യാശിക്കുന്ന ശുഭഭാവിയിൽ കർത്താവിനോടുകൂടെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആ ഉയർപ്പിലേക്ക് നമ്മെ എത്തിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് നമ്മയെ കുറിച്ചും ചിലത് വിചാരിക്കുകയും ചിലത് നിരൂപിക്കുകയും ചെയ്യുന്നു. നമ്മെ വീഴാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന അത്യുന്നതനായ ഒരു ദൈവം നമുക്കുണ്ട് കേട്ടോ. യൂദയുടെ ലേഖനം അവസാനം പറയുക, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കും. നാം ഒന്ന് വഴുതാതിരുന്നേച്ചാൽ മതി. നാം മനഃപൂർവ്വമായി ദൈവകൃപയിട്ട് ഓടാതിരുന്നേച്ചാൽ മതി. അങ്ങനെ ദൈവകൃപയിൽ കാക്കപ്പെടുന്ന നമ്മെ കുറിച്ച് ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്തല്ല അവിടെ പറയാ, നന്മയ്ക്കാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. എന്താ വാചകത്തിന്റെ ആശയം? നമ്മെ പ്രത്യാശയിൽ എത്തിക്കേണ്ടതിന് ഞാനും നിങ്ങളും പാകപ്പെട്ടില്ലെങ്കിൽ പാകപ്പെടുത്തുന്ന ചില നിരൂപണങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില പദ്ധതികൾ, ചില ക്രമീകരണങ്ങൾ നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ടെന്ന്. അതുകൊണ്ടല്ലേ യെശയ്യാപ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ, നിങ്ങളുടെ വിചാരമല്ല എന്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിയുടെ മീത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ ഉന്നതമായിരിക്കുന്നു എന്ന് പറയുന്നത് കേവലം ഭൗതിക മേഖലയിൽ മാത്രമല്ല പ്രിയരെ, അത് ആത്മീയ മേഖലയിലും യാഥാർത്ഥ്യമാണെന്നേ. രാമൻ യേശു തന്റെ സ്വന്തം രക്തം തന്ന്, അല്ലെ, ചങ്കിലെ രക്തം തന്ന്, ഹൃദയത്തിന്റെ രക്തം ഊറ്റിത്തന്ന് വീണ്ടെടുത്ത, തനിക്ക് വിലയേറിയവരും മാന്യരുമായി തെരഞ്ഞെടുത്ത എന്നെ വഴിയിൽ വിട്ടുകളയുവാൻ, ആമേൻ, ശത്രുവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നമ്മുടെ കർത്താവിന് മനസ്സില്ലെന്നേ. നമ്മെ നിത്യതയിൽ എത്തിക്കേണ്ടതിന് വഴിമാറിപ്പോകുന്ന ആടിന് ഒരു അടി കൊടുത്ത് ശരിയായ വഴിയിലൂടെ നടത്തുന്നത് പോലെ, ഹല്ലേലൂയ, രോഗം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കയ്പുള്ള മരുന്ന് കൊടുത്ത് സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് പോലെ, ഹല്ലേലൂയ, നമ്മെ ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടതിന് ദൈവത്തിന് ചില പദ്ധതികളും ചില പ്ലാനുകളും ഉണ്ടെങ്കിൽ, ആമേൻ കർത്താവേ എന്ന് പറയുവാനുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ, ഒരു വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ, ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇന്ന് പ്രഭാതത്തിൽ ഉയർന്നു വരട്ടെ. പ്രവാചകനിലൂടെ ദൈവാത്മാവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരുപക്ഷെ നമുക്കത് തിന്മയായി തോന്നിയേക്കാം. അതുകൊണ്ടല്ലേ ചിലർ അറിയാതെ ചോദിച്ചു പോകുന്നത്, എന്റെ കർത്താവേ എന്താ എന്നെ ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നേ, എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരുന്നത്, എന്തിനാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്റെ ദാരിദ്ര്യം എന്താ മാറാത്തത്, എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ഇല്ലാത്തത്? പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മറുപടി താമസിക്കുന്നത് നീ ദൈവത്തിലൊന്ന് ആശ്രയം പൂർണ്ണമായി വെക്കേണ്ടതിന് വേണ്ടിയിട്ടാ. കുഞ്ഞുങ്ങൾ എന്താ നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ഭാവിയിലേക്ക് നമ്മൾ എത്താത്തത്? ആ നല്ല ഭാവി ഭൂമിയിൽ തന്നിട്ട് നിന്റെ നിത്യത നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട്
അതെ, ഒന്നുകൂടെ ഞാൻ ആത്മനിയോഗത്തിൽ പറയട്ടെ, നീ ചോദിക്കുന്ന ഭൗതികത നിന്റെ ഉള്ളിൽ തന്നിട്ട് നീ വിശ്വാസം വിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി മാറാതിരിക്കേണ്ടതിന് നാം വിലപ്പെട്ടവരായി ദൈവം തമ്പുരാൻ നമ്മെ വില കൊടുത്തു വാങ്ങിയവരാകൊണ്ട് തമ്പുരാന്റെ ലക്ഷ്യം നാം നിത്യത മുഴുവനായിരിക്കും എന്നുള്ളത് കൊണ്ട് അവിടെ എത്തുവാൻ തടസ്സമുള്ള നമ്മുടെ നാളുകളെ അറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം, നാം കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പോയാൽ വഴിമാറുമെന്ന് അറിയുന്ന ദൈവമാണ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നേർവഴിയിൽ നമ്മെ നയിക്കുന്നത്. പോകേണ്ടുന്ന വഴിയിൽ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർക്ക് ആത്മീയ ചിന്തകൾ നന്നായി മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു പോവുകയാണ്. പക്ഷേ നിങ്ങളുടെ മുഖം കാണുന്ന നിങ്ങൾ എല്ലാവർക്കും തന്നെ ഈ ആത്മീയ ചിന്ത നന്നായി മനസ്സിലാക്കുന്നു എന്ന് ഞാൻ നിങ്ങളുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും കേവലം 70-80 കൊണ്ട് തീരുന്നില്ലെന്നേ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നിത്യതയിൽ കോടാനുകോടി വർഷങ്ങൾ നിലനിൽക്കുന്നതായതുകൊണ്ട് യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചത് ഇവിടെ ഒരു വീട് തരാനോ, ഇവിടെ ഒരു കാറ് തരാനോ, ഇവിടെ ഏതെങ്കിലും ഭൗതികമായ ഒരു ഉയർച്ച തന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ മാന്യനാക്കാനോ മാത്രമല്ലെന്നേ. നമ്മെ നിത്യതയിൽ പിതാവിന്റെ സന്നിധിയിൽ നമ്മെ എത്തിച്ചിട്ട് ഇതാ ഞാനും ദൈവമേ നീ എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതിനായതുകൊണ്ട് അവിടെ നാം എത്തുവാൻ തടസ്സമായ യാതൊന്നും എനിക്ക് നിങ്ങൾക്ക് തരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സാധാരണ വരാനുള്ള ഒരു ചോദ്യം, ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഇന്നോർക്ക് അവരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയല്ലോ. കിട്ടി, എന്താ കാര്യം? ദൈവത്തിന് അവരെ അറിയാം, അവർക്ക് അത് കൊടുത്തെങ്കിലേ അവർ വിശ്വാസം നിൽക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് തന്നെ ഞാൻ വിശ്വാസം വിട്ടുപോകും. കാരണം നമ്മളെ രണ്ടുപേരുടെയും ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നമ്മേക്കാൾ നന്നായി ദൈവത്തിന് അറിയാമെന്നേ. അതുകൊണ്ടല്ലേ വണ്ടിക്ക് ബ്രേക്ക് വെച്ചിരിക്കുന്നേ. അതുകൊണ്ടല്ലേ റോട്ടിലൂടെ നമുക്ക് മുന്നറിയിപ്പിനുള്ള ബോർഡുകൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. ഈ ലോകത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാത്തത് കൊണ്ട് ദൈവത്തിന് നമ്മോട് താല്പര്യമില്ലെന്ന് വിചാരിക്കരുത്. പൗലോസ് വളരെ വ്യക്തതയോടെ പറഞ്ഞല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമുക്ക് തിന്മയായി തോന്നുന്നതിനെയും നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം, നമുക്കിന്ന് ഭാരമായി തോന്നുന്നതിനെ നാളെ ഗുണകരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ പ്രത്യാശ ഓരോ ദിവസവും ദൈവത്തിലായിരിക്കട്ടെ. ഞാൻ വേഗത്തിൽ യോബിന്റെ പുസ്തകത്തിലേക്ക് വന്ന് ഒരു വാചകം അതിൽ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. യോബിന്റെ പുസ്തകം 11-18 വാക്യം വായിക്കുന്നു. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. നമുക്ക് കർത്താവിൽ പ്രത്യാശയുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും ഭയരഹിതരായി നമുക്ക് മുമ്പോട്ട് പോകാം. 23-ാം സങ്കീർത്തനം നമ്മൾ ധാരാളമായിട്ട് ചിന്തിക്കുന്നതാണ്, ധ്യാനിക്കുന്നതാണ്, എല്ലാവരും കാണാൻ പഠിച്ചുള്ള സങ്കീർത്തനമാണ്. അവിടുത്തെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? കൂരിൽ താഴ്വരയിലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. എന്താ ഭയപ്പെടാത്ത? കൂരിരുളില്ലാത്തത് കൊണ്ടല്ല, മരണനിഴലിന്റെ താഴ്വരയിലൂടെ പോകേണ്ടി വരാത്തത് കൊണ്ടല്ല. നീ എന്നോട് കൂടിയുണ്ടല്ലോ. എന്റെ കർത്താവ് എന്നോട് കൂടി ഉള്ളത് കൊണ്ട്, ഞാൻ കർത്താവിനോട് കൂടി ആയതുകൊണ്ട് ജീവിതത്തിന്റെ വൈകല്യങ്ങളോ വൈതണ്ണികളോ വൈഷമ്യങ്ങളോ ഒരു ഭാരമല്ല. കാരണം കർത്താവ് സകലത്തിനും മതിയായവനാ. അവന്റെ കരങ്ങളിൽ നാം ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ഇതൊന്നും ഒരു ഭാരമുള്ളതല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് പഠിക്കുക, എന്റെ മുഖമേറ്റുകൊണ്ട് ഞാൻ സൗമ്യതയും ശാന്തതയും ഉള്ളവനാകിയാൽ, ഞാൻ എളിമയും വിനയമുള്ളവനാകിയാൽ എന്റെ മുഖം മൃദുവാണ്. നമുക്ക് വഹിയാത്ത ഒരു വഴിയിലൂടെ, നമുക്ക് വഹിയാത്ത ഒരു ഭാരം തന്ന് ഈ കർത്താവ് നമ്മെ ഒരിക്കലും നടത്തില്ല. പ്രിയരെ, നമുക്ക് ഭാരമെന്ന് തോന്നുന്നെങ്കിൽ അപ്പാ എന്നൊന്ന് വിളിക്കാത്തത് കൊണ്ടാ പിതാവ് ആ മകന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കാലത്തോളം ആ മകൻ ഏത് വഴിയിലൂടെയും നടന്നു പോകുവാൻ, ഏത് സാഹചര്യത്തിലെയും അതിജീവിക്കുവാൻ ആ കുഞ്ഞിന് ആ പിതാവ് ധൈര്യം നൽകുന്നത് പോലെ അല്ലല്ലോ. അതിനേക്കാൾ എത്ര ഉപരിയായി ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുക. അവൻ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ
ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും കൈവിടാത്തവൻ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്ക് സ്തോത്രം പറയുവാൻ കാരണമായി തീരട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ഈ ആത്മീയ സന്ദേശം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന അനുഭവിക്കുന്ന ഇന്നിന്റെ സാഹചര്യങ്ങൾ സ്തോത്രം വർദ്ധിപ്പിക്കാൻ കാരണമാകണം. കർത്താവേ, ഞാൻ ഇത് അനുഭവിക്കണമെങ്കിൽ, ഞാൻ ഈ വഴി കടന്നു പോകണമെങ്കിൽ, ഞാൻ ഇത് അഭിമുഖീകരിക്കണമെങ്കിൽ നന്ദി എന്ന് പറയുവാൻ ഈ പ്രത്യാശയുള്ളവനെ കഴിയൂ. കാരണം കാഹളം ധ്വനിക്കും. എപ്പോഴാണ് നമുക്ക് അത് പറഞ്ഞുകൂടാ. ഇവിടെ കയറി വരുവനെന്ന് വ്യക്തിപരമായി നമ്മെ വിളിക്കാം. കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലെ ദൈവനും പങ്കുവെച്ചുകൊണ്ടിരുന്ന എന്നിലേക്കാൾ പ്രായം കുറഞ്ഞ 4 പേരാണ് കേരളത്തിൽ നിത്യയിൽ ചേർക്കപ്പെട്ടത്. എവിടെ? പ്രസംഗ പീഠത്തിൽ വെച്ച്. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട് പ്രിയരെ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നലെ രാവിലെ ജാർഖണ്ഡിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയുള്ള ഒരു കർത്തൃദാസൻ, കേവലം 32 വയസ്സുള്ളവൻ, തലേദിവസം വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേൽക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചെന്ന് തട്ടി വിളിക്കുമ്പോൾ അനക്കമില്ല, സൈലന്റ് അറ്റാക്ക്, തീർന്നുപോയി. പേടിപ്പിക്കുകയല്ല, മുന്നറിയിപ്പ് പറയുക, ധൈര്യപ്പെടുത്തുകയാ. എപ്പോഴാ എന്നെ നിങ്ങളെ കർത്താവ് വിളിക്കുന്നത് അറിയാമോ? അന്ന് ഈ ഭൂമിയുള്ള ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ലല്ലോ. നിത്യതയ്ക്കായി ചില നിക്ഷേപങ്ങൾ ഒരുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. നിത്യതയ്ക്കായി ചിലത് നിക്ഷേപിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. കഷ്ടതയില്ലാത്ത ആ നാട്ടില്, വേദനയില്ലാത്ത ആ വീട്ടില് കർത്താവിനോട് ചേർന്ന് നിത്യത മുഴുവൻ വാസം ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ ഇവിടെ മുട്ടായി കിട്ടിയില്ലെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ സരസമായി ഓർമ്മിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. യോബിന്റെ പുസ്തകം എന്താ പറയുന്നത്? പ്രത്യാശയുള്ളത് കൊണ്ട് നീ ഭയരഹിതനായി ജീവിക്കും. അതിന് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബിന്റെ ഒരു വലിയ ധൈര്യമുണ്ട് പ്രിയരെ. എന്താണ്? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറഞ്ഞാൽ ഞാൻ ആരെ വിശ്വസിച്ചെന്ന് എനിക്കറിയാം. അവൻ ഏത് സമയത്തും എന്നോട് കൂടെ കടന്നു വരുവാൻ, എന്റെ അടുക്കൽ വന്നു ചേരുവാൻ മതിയായ ദൈവമായതുകൊണ്ട്. യോബ് പറയും, എന്നെ വീണ്ടെടുത്ത ഒരുവനുണ്ട്. അവൻ മരിച്ച് കല്ലറയിൽ ഇരിക്കുകയല്ല, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്തിനു വേണ്ടി? എന്റെ ശരീരം ഇങ്ങനെ ചെയ്യിച്ച് ഞാൻ മരിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി, ഞാൻ എന്റെ ശരീരത്തോടു കൂടെ ഞാൻ അവനെ കാണുവാൻ കാത്തിരിക്കുന്നു. അത് പ്രിയരെ, ഈ ലോകത്തിൽ നിന്ന് ധൈര്യം പ്രാപിച്ചവരായി ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ അനുദിനം വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. 14-ാം അധ്യായം യോബിന്റെ പുസ്തകം 7-ാം വാക്യത്തിൽ ഒരു വാചകം നമുക്ക് വളരെ ധൈര്യം തരുന്നതാണ്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അത് വെട്ടിയിട്ടാലും വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ ആ കുറ്റിയിൽ നിന്ന് മുള പൊട്ടി പുറപ്പെട്ട് അത് വീണ്ടും ഒരു വൃക്ഷമായി തീരുമെന്ന്. ഹല്ലേലൂയ. കേരളത്തിലുള്ളവരായിരിക്കുമല്ലോ നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും. ഒരിക്കലെങ്കിലും കേരളത്തിൽ വന്നവരായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ മുറിച്ച എത്രയോ മരങ്ങൾ വീണ്ടും വളർന്ന് വൃക്ഷങ്ങളായി തീർന്നിട്ടുണ്ട്. ആരൊക്കെയോ വെട്ടിക്കളഞ്ഞ് എത്രയോ ചെടികൾ വീണ്ടും പൊട്ടിമുളച്ച് നല്ല മനോഹരമായ പുഷ്പങ്ങൾ നൽകുന്ന ചെടികളായത് മാറിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നാം വെട്ടപ്പെട്ടവരോ മുറിക്കപ്പെട്ടവരോ ചതയ്ക്കപ്പെട്ടവരോ അവഗണിക്കപ്പെട്ടവരോ അല്പം പുറകോട്ട് മാറിയവരോ ആണെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മടങ്ങിവരവുണ്ട്, ഒരു യഥാസ്ഥാനമുണ്ട്, ഒരു പുതുക പണിയുണ്ട്. കുശവന്റെ കയ്യിൽ ചീത്തയായ കളിമണ്ണിനെ ആ കുശവൻ എന്നേക്കും തള്ളിക്കളയുന്നില്ല. തൽക്കാലത്തേക്ക് അതെടുത്തെറിഞ്ഞ് മാറ്റിയിട്ടിട്ട് വീണ്ടും ആ കളിമണ്ണിനെ കുഴച്ച് തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി മാറ്റിയെടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ചിലരെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരു പുതുക്കപ്പണിയിൽ വേണ്ടി നാം നമ്മെ വിട്ടുകൊടുത്താൽ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഒന്നുകൂടെ പുതുക്കി പണിത് ദൈവകരങ്ങളിൽ മാനപാത്രങ്ങളായി ഉപയോഗിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്നലകളിൽ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മെ പ്രത്യാശയിൽ നിന്ന് പുറകോട്ട് വലിക്കരുത്, നമ്മെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ആത്മാവിൽ അകലരുത്. പലരും ശരീരം കൊണ്ട് കൂട്ടായ്മയിലുണ്ടെങ്കിലും ആത്മാവിൽ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, ആ പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മിൽ എത്രയുണ്ട് എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് പരിശോധിച്ചു നോക്കണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവുമായി നമ്മുടെ കൂട്ടായ്മയുടെ ബന്ധം എങ്ങനെ ആയിരിക്കുന്നു? ദൈവത്തിന് സ്തോത്രം.
കൊലോസ്യർ 2:27 പറയുന്നത് നമ്മുടെ ഈ പ്രത്യാശ എന്ന് പറയുന്നത് അത് മഹത്വത്തിന് പ്രത്യാശയാണ്. അത് നമ്മുടെ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഇപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര ഭാഗ്യകരമായ പ്രത്യാശയല്ലേ നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ സത്യത്തിൽ നാം കണ്ണുകൊണ്ട് മാത്രമല്ലേ കാണാതിരിക്കുന്നുള്ളൂ. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കൂ, മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആ നമ്മിലിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ നിത്യത മുഴുവൻ വാഴുവാനായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. മറന്നു കളയരുത്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു പരിചയമില്ലാത്ത, ഒരു ബോധ്യവുമില്ലാത്ത അല്ല നമ്മുടെ പ്രത്യാശ. ലോട്ടറി എടുക്കുമ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ള പ്രത്യാശ അല്ല നമ്മുടെ പ്രത്യാശ. അത് കോടിക്കണക്കിന് ഒരാൾക്ക് മാത്രം ലഭിക്കുമ്പോൾ ഇത് എനിക്ക് ലഭിക്കുമെന്നുള്ള 100% ഉറപ്പുണ്ട്. എന്താ കാരണം? അത് ഇപ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവ്, എൻ്റെ കർത്താവുമായി ഞാനായിട്ട് സ്വീകരിച്ചതാണ്. യേശുവിന്റെ പാപ പരിഹാര ബലി ഞാനായിട്ട് വിശ്വസിച്ചതാണ്. ഇന്നലകളിൽ ആ യേശുവാണ് എന്നെ നടത്തിക്കൊണ്ടുവരുന്നത്. എന്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് മാത്രമല്ല, അവൻ എന്നെ ഇന്നും പരിപാലിക്കുന്നത് കൊണ്ട്, എന്റെ എല്ലാ ആവശ്യവും നടത്തി തന്നത് കൊണ്ടല്ല, എന്നെ വീണു പോകാതെ കാക്കുന്നത് കൊണ്ട്. ഇന്ന് രാവിലെ ഈ ശബ്ദം പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ, നിങ്ങൾ ഈ ശബ്ദം കേൾക്കാനായിട്ട് കർത്താവ് അനുവദിക്കുന്നത് കൊണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലുണ്ട്, നമ്മിലുണ്ട് എങ്കിൽ ആ ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റവരായ നമ്മൾ അവൻ ഒരു നാളിൽ നിത്യതയിൽ യേശുവിനോട് ചേരേണ്ടതിന് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും അന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അതേ നിമിഷങ്ങളിൽ അവരോട് ഒരുമിച്ച് ജീവനോടെ ശേഷിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും കൂടെ രൂപാന്തരപ്പെടാൻ പോകുന്നു എന്നുള്ളതല്ലേ നമ്മിൽ പകർന്നു തന്നിരിക്കുന്ന ആ വലിയ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അറിവിനപ്പുറത്ത് ഇത് നമ്മുടെ അനുഭവമായി മാറുവാൻ, ഇത് നമ്മുടെ ആവലായി മാറുവാൻ, ഉള്ളിന്റെ ഉള്ളിൽ ഇതെപ്പോഴും പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുവാൻ, ഉള്ളിന്റെ ഉള്ളിൽ ഇതെപ്പോഴും വളർന്നു വന്നുകൊണ്ടിരിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ റോമാലേഖനം 8:18 വാക്യം പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. എന്താണ് ആ വാചകം? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമുക്ക് എണ്ണാം. പ്രത്യാശയിൽ നിന്ന് നമ്മെ പുറകോട്ട് കൊണ്ടുപോകേണ്ടതിന് ചിലപ്പോൾ പിശാചും ചില തന്ത്രങ്ങളും ചില പടുകുഴികളും ഒക്കെ ഒരുക്കാൻ സാധ്യതയുണ്ട്. ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ശത്രുവായ പിശാച് ദൈവസഭകളിലൂടെ ഇങ്ങനെ ഊടാടി നടക്കുകയാ. അത് കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, ആഫ്രിക്കയിൽ മാത്രമല്ല, അവൻ ഏത് വ്യക്തിയുടെ അടുക്കലൂടെ ഓടിച്ചില്ല. എപ്പോഴാണ് ആരാണ് തയ്യാറായിരിക്കുന്നത്? അവന്റെ ഒരു വിത്തൊന്ന് ഇടാനുള്ള അവനൊരു പഴുത് എവിടെയെങ്കിലും ഉണ്ടോ? അവന്റെ ഒരു തന്ത്രം അവൻ ഫലിപ്പിക്കുവാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൻ വിവിധ നിലകളിൽ അവൻ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നെയും നിങ്ങളും അവന്റെ തന്ത്രങ്ങൾ കുടുങ്ങി പോകാതിരിക്കേണ്ടത് നാം ക്രിസ്തുവിൽ ഏറിയ പ്രത്യാശയുള്ളവരായി മാറുവാനിടയാകണം. അവന്റെ വലിയ തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ലോകത്തിൽ വരുന്ന കഷ്ടതകൾ, ഭാരങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ. പക്ഷെ പൗലോസ് പറയുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നിൽ വെളിപ്പെടുവാനുള്ള, അല്ല നമ്മിൽ വെളിപ്പെടുവാനുള്ള നിത്യയുടെ തേജസ് വിചാരിക്കുന്നത് കൊണ്ടാ ഞാൻ ഇതൊന്നും സാരമില്ലെന്ന് വെക്കുന്നത്. പ്രിയരെ, പൗലോസ് അനുഭവിച്ച കഷ്ടത്തിന് തുല്യമായി നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വടക്കേന്ത്യയിൽ അനേകർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് തുല്യമായി നമ്മൾ ആരും അനുഭവിക്കുന്നില്ല കേട്ടോ. ആരും ഒരു കഷ്ടത കൂടാതെ നിത്യത്തിൽ പ്രവേശിക്കില്ല. കാരണം കഷ്ടത അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് വരം തന്നെ തന്നിരിക്കുകയാണ്. ആരും ചോദിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വരമാണ് കഷ്ടതയ്ക്കുള്ള വരം. അതുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന സകലർക്കും കഷ്ടം അനുഭവിപ്പാൻ വരം ദൈവം നൽകി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ
അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എന്താണ് വിചാരിക്കേണ്ടത്? നമ്മിൽ വെളിപ്പെടുവാൻ ഒരു തേജസ് ഉണ്ട്. ആ തേജസ് ഏതാന്നൂടെ പറഞ്ഞ് ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ 1 മുതൽ വായിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യം തന്നിരിക്കുന്നു. 3-ാം വാക്യം പറയുകയാണ്, അവനിൽ എന്താണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവനായിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതായതുകൊണ്ട് അവനോട് അനുരൂപമായി രൂപാന്തരപ്പെടും. യേശുക്രിസ്തു ഇന്ന് എങ്ങനെയായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തെളിവ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ യേശുവിനെ ദർശിച്ച ഒരു ദർശനമാണ്. അത്രയും ഒരുപക്ഷെ ആയിരിക്കില്ലായേക്കാം, ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. സൂര്യനെ വെല്ലുന്ന മുഖശോഭയോടുകൂടെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഹല്ലേലൂയ, വെള്ളോണ് സദൃശമായ കാലുള്ളവനായ തേജോമനായ ഒരു കർത്താവിനെ യോഹന്നാൻ അവിടെ ദർശിച്ചു. ഈ ശരീരം കൊണ്ട് ദർശിച്ചതായതുകൊണ്ട് ആ തേജസ് യോഹന്നാന് വിവരിക്കുവാൻ പരിമിതികൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ തേജസ്സേറിയ കർത്താവിനെ, ക്രൂശിതനായ യേശുവിനെയല്ല, ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച യേശുവിനെയല്ല, തേജസ്കരിക്കപ്പെട്ട യേശുവാണ് തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ നിങ്ങളും യേശുവിനെ എങ്ങനെ കാണുന്നുവോ ആ യേശുവിനോട് അനുരൂപമായി, ആമേൻ, ആ രൂപ സാദൃശ്യമുള്ളവരായി ഞാൻ നിങ്ങളും തീരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് വെക്കുവാൻ, ഈ ലോകത്തിലെ പ്രതിസന്ധികളെ ഗൗനിക്കാതെ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നത്. ദൈവത്തിന് സ്തോത്രം. റോമർ 8:28-29 വാക്യങ്ങളിലും നമ്മൾ അതേ ആശയം തന്നെ വായിക്കുന്നുണ്ട്. എന്താണ്? താൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ആദ്യജാതനായ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, നാം ഇരട്ട പെറ്റ സഹോദരങ്ങളെ പോലെ യേശുവിനോട് കൂടി ആയിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്രവേറിയ തേജസ്സാണ് ഞാനും നിങ്ങളും പ്രാപിപ്പാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കണം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ താൻ നിർമ്മലീകരിക്കണം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, നീ എന്റെ ആത്മാവേ, നീ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദൈവത്തിലല്ല, ഈ ലോകത്തിലാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ നാം ശേഷ മനുഷ്യരെക്കാൾ അധപതിച്ചവരായി മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് നഷ്ടമാകാതിരിക്കേണ്ടതിന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ ദൈവത്തിന് വലിയ കൃപ നമ്മൾ ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ. ഓടിയതും അധ്വാനിച്ചതും വൃഥാവിലായി എന്ന് വരാതിരിക്കേണ്ടതിന് ഭയത്തോടെ ദൈവത്തെ സ്നേഹിക്കാം, വിറയലോടെ അവന് ഘോഷിച്ചുല്ലസിക്കാം. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമുക്ക് ആ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കൊന്ന് ഹല്ലേലൂയ അഭയപ്പെടുവാൻ രാവിലെ നമുക്ക് കൃപ ലഭിക്കട്ടെ. അതുകൊണ്ട് ഈ ലോകത്തെ ഏത് നേട്ടവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിത്യതയ്ക്കായുള്ളത് ഒരു നാളും നഷ്ടപ്പെടില്ല, ആർക്കും നഷ്ടപ്പെടാൻ കഴിയില്ല. ആകയാൽ തുറന്നു വെക്കപ്പെട്ട ആ വാതിൽ നമ്മുടെ മുമ്പിൽ അടയുന്നതിന് മുൻപേ അതിൽ പ്രവേശിച്ച നിത്യത മുഴുവൻ കർത്താവിനോടുകൂടി ആയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഈ വാക്കുകൾ ചുരുക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതയാമത്തിൽ അങ്ങയുടെ വചനം അങ്ങയുടെ ആത്മാവിന്റെ നിയോഗത്തില് ഈ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി നന്ദി. ഈ വചന ചിന്ത കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുവിന്റെ അധികാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയിൽ ദൈവഹിതമായതെല്ലാം നൽകിയവരെ ആദരിക്കണമേ. എന്നാൽ ക്രിസ്തുവിൽ വെച്ചിരിക്കുന്ന നിത്യപ്രത്യാശയിൽ, ഭാഗ്യകരമായ പ്രത്യാശയിൽ, ആ മഹത്വത്തിന്റെ പ്രത്യാശയിൽ നിത്യയിൽ ചേർക്കപ്പെടേണ്ടതിന് തടസ്സമായതെല്ലാം നീക്കി ഓരോ ദിവസവും അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് സ്നേഹത്തിൽ വളരുമാറാക്കി കൃപയിലും വചനത്തിലും നിലനിർത്തണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട നാമം ചൊല്ലി ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പ്രയർ ഗ്രൂപ്പിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നവരെ ഞങ്ങൾ ആസ്വദിക്കുന്നു. ഈ രാവിലെ ഇതിൽ സംബന്ധിച്ച് എല്ലാവർക്കായി അടിയൻ സ്തോത്രം ചെയ്യുന്നു. നിത്യം ഞങ്ങൾക്ക് ഒരുമിച്ച് കണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയാക്കും. യേശുവിൻ നാമത്തിൽ ആ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവസരം തന്ന എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you.